അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വളരെയധികം സങ്കടകരവും ദുഃഖവുമായൊരു വാർത്ത നമ്മൾ കേട്ടില്ലേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ഷെയ്ഖുൽ ജാമിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ വഫാത്തായ വിവരം എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവകർക്ക് വിശാലമായ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബർ ജീവിതം പ്രകാശപൂരിതമാക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നാണ് നല്ല ദിവസം അല്ലേ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഖബറടക്കവും മറ്റും കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചതിന് ശേഷം ഈ വാർത്ത കേട്ടതിന് ശേഷം വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പം എല്ലാവരും 5 വക്ത് നിസ്കാരം കാത്തു നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഖുർആനിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെ ഓതുക, ഖുർആൻ ക്ലാസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, സ്വലാത്തും ദിക്റുകളെ കൊണ്ടൊക്കെ ധന്യമാക്കുക. ഒരുപാട് കാര്യങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജുമുഅ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ദിവസങ്ങളുടെ നേതാവുമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുളിച്ച് വൃത്തിയായി ജുമുഅ നിസ്കാരത്തിന് പോവുക. 2 വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധദ്രവ്യം ഉപയോഗിക്കുകയും ചെയ്യുക. 3 സൂറത്തുൽ കഹ്ഫ് ഓതുക. വെള്ളിയാഴ്ച പകല് അല്ലെങ്കിൽ വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിന്ന ധാരാളം സ്വലാത്ത് ചൊല്ലുക. 5 ജുമുഅ നിസ്കാരത്തിന് നേരത്തെ പോവുക. 6 ഖുതുബ ശ്രദ്ധയോടെ കേൾക്കുക, സംസാരിക്കുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക. 7 ദുആകൾ ധാരാളമായി ചെയ്യുക. കാരണം വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയം ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസുകളിൽ പറയുന്നു. 8 ഖുർആൻ പാരായണവും ദിക്റും വർദ്ധിപ്പിക്കുക. 9 കുടുംബ ബന്ധം നിലനിർത്തുക, ദാനധർമ്മം ചെയ്യുക. 10 അല്ലാഹുവിനോട് പാപമോചനവും നന്മകളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.